നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കാതെ കിടക്കുന്ന പഴയ മൊബൈൽ ഫോണുകളുണ്ടോ? അലമാരയിൽ, മേശയിൽ, പഴയ ബാഗിൽ, അല്ലെങ്കിൽ ഒരു ടൊയറിനുള്ളിൽ പൊടി പിടിച്ച് കിടക്കുന്ന ഫോൺ. അങ്ങനെയാണെങ്കിൽ അത് വെറും ഒരു പാഴ്വസ്തു മാത്രമായിരിക്കണമെന്നില്ല. കാരണം നമ്മൾ ഉപേക്ഷിക്കാൻ പോകുന്ന പഴയ മൊബൈൽ ഫോണുകളിലും മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങളിലും സ്വർണം, വെള്ളി, ചെമ്പ് തുടങ്ങിയ വിലയേറിയ വസ്തുക്കളുടെ ചെറിയ അളവുകളുണ്ടാകാം. പക്ഷേ ഇവിടെ ഒരു പ്രധാന ചോദ്യം: ഒരു പഴയ ഫോണിൽ ശരിക്കും എത്ര സ്വർണ്ണമുണ്ട്? ഒരു ഫോൺ പൊളിച്ചാൽ സ്വർണ്ണക്കട്ട കിട്ടുമോ? അല്ലെങ്കിൽ ഇത് വെറും സോഷ്യൽ മീഡിയയിലെ ഒരു അവകാശവാദം മാത്രമാണോ? ഇന്ന് നമുക്ക് പരിശോധിക്കാം. അതിലും പ്രധാനമായി, പഴയ ഫോൺ വലിച്ചെറിയുന്നതിന് പകരം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഈ വീഡിയോ അവസാനം വരെ കാണും. നമ്മുടെ വീട്ടിൽ പഴയ മൊബൈൽ ഫോൺ ഉണ്ടാകുന്നത് സാധാരണ കാര്യമാണ്. പുതിയ ഫോൺ വാങ്ങിയാൽ പഴയ ഫോൺ ഒരു ദിവസം ഉപയോഗിക്കും, പിന്നെ 2 ദിവസം, അതിനുശേഷം അത് അലമാരിയിലേക്ക്. അവസാനം ആ ഫോൺ എവിടെയാണെന്ന് പോലും നമ്മൾ മറക്കും. പക്ഷേ ആ ചെറിയ ഉപകരണത്തിനുള്ളിൽ നിരവധി ഇലക്ട്രോണിക് ഘടകങ്ങളുണ്ട്. അവയിൽ വിവിധ തരത്തിലുള്ള ലോഹങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ചെമ്പ്, വെള്ളി, സ്വർണം തുടങ്ങിയ വളരെ ചെറിയ അളവിൽ ചില ഘടകങ്ങൾ ഉപയോഗിക്കപ്പെടുന്നു. എന്തിനാണ് സ്വർണം? ഇവിടെ ഒരു രസകരമായ കാര്യമുണ്ട്. സ്വർണം വൈദ്യുതി നന്നായി കടത്തിവിടുന്നതിനൊപ്പം എളുപ്പത്തിൽ തുരുമ്പെടുക്കാതെ ലോഹവുമാണ്. അതുകൊണ്ട് തന്നെ ചില ഇലക്ട്രോണിക് കണക്ഷനുകളിലും കോണ്ടാക്റ്റുകളിലും വളരെ ചെറിയ അളവിൽ സ്വർണം ഉപയോഗിക്കാറുണ്ട്. അതായത് നിങ്ങളുടെ പഴയ ഫോണിനുള്ളിൽ സ്വർണ്ണക്കട്ട ഒളിപ്പിച്ചിട്ടില്ല, പക്ഷേ അതിലെ ചില ഘടകങ്ങളിൽ വിലയേറിയ ലോഹങ്ങളുടെ വളരെ ചെറിയ അളവുകളുണ്ടായിരിക്കും. ഒരു ഫോണിൽ എത്ര സ്വർണം? ഇതാണ് ഏറ്റവും കൂടുതൽ ആളുകൾക്കറിയേണ്ടത്. ഒരു പഴയ സ്മാർട്ട് ഫോൺ എടുത്ത് പൊളിച്ചാൽ വലിയ അളവിൽ സ്വർണം കിട്ടുമെന്ന് കരുതരുത്. ഒരു വ്യക്തിക്ക് വീട്ടിൽ കിടക്കുന്ന ഒരു ഫോണിൽ നിന്നും സ്വർണം വേർതിരിച്ചെടുത്ത് വലിയ പണം സമ്പാദിക്കുക എന്നത് പ്രായോഗികമായ കാര്യമല്ല. കാരണം ഓരോ ഉപകരണത്തിലും ഉള്ള അളവ് വളരെ കുറവാണ്. പക്ഷേ ഇവിടെ കളി മാറുന്നത് എണ്ണം കൂടുമ്പോഴാണ്. ഒരൊറ്റ ഫോൺ, 2 ഫോൺ, 10 ഫോൺ, 100 കണക്കിന് ഫോൺ, ആയിരക്കണക്കിന് ഉപകരണങ്ങൾ, ഇങ്ങനെ വലിയ അളവിൽ ഈ വേസ്റ്റ് ഒന്നിച്ചു വന്നാൽ അതിലുള്ള ലോഹങ്ങളുടെ മൊത്തം മൂല്യം ശ്രദ്ധേയമായേക്കാം. അതാണ് നമ്മളെ എത്തിക്കുന്നത് ഒരു പ്രധാന ആശയത്തിലേക്ക്: അർബൻ മൈനിങ്. എന്താണ് അർബൻ മൈനിങ്? നമ്മൾ സാധാരണ മൈനിങ് എന്ന് കേൾക്കുമ്പോൾ എന്താണ് മനസ്സിൽ വരുന്നത്? ഭൂമിക്കടിയിൽ നിന്ന് പാറകളും മണ്ണും നീക്കം ചെയ്ത് അതിനുള്ളിൽ നിന്നും സ്വർണം, ചെമ്പ്, വെള്ളി തുടങ്ങിയ ലോഹങ്ങൾ കണ്ടെത്തുന്നത്. പക്ഷേ അർബൻ മൈനിങ് എന്നത് കുറച്ചുകൂടി വ്യത്യസ്തമാണ്. നഗരങ്ങളിൽ ഉപേക്ഷിക്കപ്പെടുന്ന പഴയ കമ്പ്യൂട്ടറുകൾ, മൊബൈൽ ഫോണുകൾ, ടാബ്ലറ്റുകൾ, മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, ഇവയിൽ നിന്നും ഉപയോഗപ്രദമായ ലോഹങ്ങളും വസ്തുക്കളും വീണ്ടെടുക്കുന്നതിനെയാണ് പൊതുവായി അർബൻ മൈനിങ് എന്ന് പറയുന്നത്. അത് എന്താണെന്ന് വളരെ ലളിതമായി പറഞ്ഞാൽ, പഴയ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ തന്നെ ഒരു തരത്തിലുള്ള മുകളിലെ കനിയായി കാണുകയാണ്. ഭൂമിക്കടിയിലേക്ക് പോകേണ്ടതില്ല. നമ്മുടെ നഗരങ്ങളിലും വീടുകളിലും സ്ഥാപനങ്ങളിലും ഇതിനകം തന്നെ വലിയ അളവിൽ ഉപയോഗിക്കപ്പെട്ട ഇലക്ട്രോണിക് വസ്തുക്കൾ കിടക്കുന്നുണ്ട്. 1 ടൺ ഫോണുകളുടെ കഥ. ഇവിടെയാണ് കാര്യങ്ങൾ കൂടുതൽ കൗതുകകരമാകുന്നത്. വലിയ അളവിൽ പഴയ മൊബൈൽ ഫോണുകൾ ശേഖരിക്കുമ്പോൾ അവയിൽ അടങ്ങിയിരിക്കുന്ന വിലയേറിയ ലോഹങ്ങളുടെ മൊത്തം അളവ് ശ്രദ്ധേയമാകാം. ചില റിപ്പോർട്ടുകൾ പഴയ മൊബൈൽ ഫോണുകളുടെ വലിയ തോതിലുള്ള ശേഖരത്തിൽ നിന്ന് ലഭിക്കുന്ന സ്വർണത്തിൻ്റെ അളവ് സാധാരണ സ്വർണ്ണ അയിരുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ ഉയർന്നതായിരിക്കുമെന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം: എല്ലാ ഫോണുകളിലും ഒരേ അളവിൽ സ്വർണം ഉണ്ടാകില്ല. ഫോണിൻ്റെ മോഡൽ, കാലഘട്ടം, ഘടകങ്ങളുടെ ഡിസൈൻ, നിർമ്മാണ രീതി ഇവയെല്ലാം അനുസരിച്ച് അളവിൽ വ്യത്യാസമുണ്ടാകാം. അതുകൊണ്ട് 1 ടൺ ഫോൺ കൃത്യമായി ഇത്ര ഗ്രാം സ്വർണം എന്ന് എല്ലാവർക്കും ബാധകമായ ഒരു കണക്കായി കാണുന്നത് ശരിയല്ല. പക്ഷേ ആശയം വ്യക്തമാണ്. ചെറിയ അളവിലുള്ള വിലയേറിയ ലോഹങ്ങൾ വലിയ അളവിലുള്ള ഈ വേസ്റ്റിൽ ചേർന്നാൽ വലിയ വിഭവമായി മാറാം. യഥാർത്ഥ പ്രശ്നം എന്താണ്? ഇനി മറ്റൊരു ഞെട്ടിക്കുന്ന കാര്യം: ലോകത്ത് ഓരോ വർഷവും വലിയ അളവിൽ ഇ വേസ്റ്റ് ഉണ്ടാകുന്നു. മൊബൈൽ ഫോൺ മാത്രമല്ല, കമ്പ്യൂട്ടർ, TV, ചാർജർ, ഹെഡ്ഫോൺ, ടാബ്ലറ്റ്, ക്യാമറ, മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഇവയെല്ലാം ഉപയോഗ കാലാവധി കഴിഞ്ഞാൽ ഇ വേസ്റ്റായി മാറും. പക്ഷേ ഇവയിലെല്ലാം ശരിയായ രീതിയിൽ റീസൈക്കിൾ ചെയ്യപ്പെടുന്നില്ല. അതിനാൽ ഒരു വശത്ത് വിലയേറിയ വസ്തുക്കൾ നഷ്ടപ്പെടുന്നു, മറ്റൊരു വശത്ത് തെറ്റായ രീതിയിൽ ഇ വേസ്റ്റ് കൈകാര്യം ചെയ്താൽ പരിസ്ഥിതിക്കും പ്രശ്നമുണ്ടാകും. അപ്പോൾ ചോദ്യം: നമ്മുടെ വീട്ടിൽ എന്താണ് ചെയ്യേണ്ടത്? പഴയ ഫോൺ വലിച്ചെറിയരുത്. നിങ്ങളുടെ വീട്ടിൽ പഴയ ഫോൺ ഉണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് അത് നേരിട്ട് ചവറ്റുകുട്ടയിൽ ഇടാതിരിക്കുക. ആദ്യം നോക്കൂ, ഫോൺ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ടോ? പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് മറ്റൊരാൾക്ക് ഉപയോഗിക്കാൻ കഴിയുമോ? റിപ്പയർ ചെയ്ത് വീണ്ടും ഉപയോഗിക്കാൻ കഴിയുമോ? വിൽക്കാനോ എക്സ്ചേഞ്ച് ചെയ്യാനോ കഴിയുമോ?
ഇവയിലൊന്നും സാധ്യമല്ലെങ്കിൽ അംഗീകൃത ഇ വേസ്റ്റ് റീസൈക്ലിംഗ് സംവിധാനത്തിലേക്ക് നൽകുന്നതാണ് നല്ലത്. ഇങ്ങനെ ചെയ്താൽ ഉപകരണത്തിലെ ഉപയോഗപ്രദമായ വസ്തുക്കൾ വീണ്ടെടുക്കാനുള്ള സാധ്യത വർദ്ധിക്കും. അതേസമയം പഴയ ഫോണിൽ നിന്നും സ്വയം സ്വർണം വേർതിരിച്ചെടുക്കാൻ ശ്രമിക്കുന്നത് നല്ല ആശയമല്ല. കാരണം ഇലക്ട്രോണിക് ഉപകരണങ്ങൾ റീസൈക്കിൾ ചെയ്യുന്നതിനായി പ്രത്യേക സാങ്കേതിക സംവിധാനങ്ങളും സുരക്ഷാ നടപടികളും ആവശ്യമാണ്. ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഒന്ന് നോക്കൂ. പഴയ മൊബൈൽ ഫോൺ ഉണ്ടോ? പഴയ ചാർജർ, പ്രവർത്തിക്കാത്ത ടാബ്ലറ്റ്, പഴയ കമ്പ്യൂട്ടർ, പഴയ കീബോർഡ്, ഹെഡ്ഫോൺ, ഇവയിൽ പലതും വർഷങ്ങളായി ഒരു ഡ്രോയറിനുള്ളിൽ കിടക്കുന്നുണ്ടാകും. നമ്മൾ അതിനെ പഴയ സാധനം എന്ന് വിളിക്കും. പക്ഷേ റീസൈക്ലിംഗ് വ്യവസ്ഥയുടെ കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ അതിൽ നിന്ന് വീണ്ടെടുക്കാൻ കഴിയുന്ന വിഭവങ്ങൾ ഉണ്ടായേക്കും. അതിനാൽ വീട്ടിലെ ഇ വേസ്റ്റ് വെറുതെ കിടക്കുന്ന മാലിന്യമല്ല, ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ അത് വീണ്ടും ഉപയോഗിക്കാവുന്ന വിഭവമാണ്. ഒരു ചെറിയ പരീക്ഷണം ചെയ്യൂ. ഇന്നും വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു ചെറിയ കാര്യമുണ്ട്. വീട്ടിൽ കിടക്കുന്ന പഴയ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കൂ. 1 പഴയ മൊബൈൽ ഫോണുകൾ, 2 പഴയ ടാബ്ലറ്റുകളും കമ്പ്യൂട്ടറുകളും, 3 ഉപയോഗിക്കാത്ത ചാർജുകളും മറ്റു ഉപകരണങ്ങളും, പിന്നെ ഓരോന്നും 3 വിഭാഗങ്ങളാക്കാം. റിപ്പയർ നന്നാകുമോ, റീസൈക്കിൾ ചെയ്യാമോ? ഇങ്ങനെ ചെയ്താൽ വീട്ടിൽ കിടക്കുന്ന ഇ വേസ്റ്റ് കുറയ്ക്കാനും ഉപയോഗപ്രദമായ വസ്തുക്കൾ വീണ്ടും സാമ്പത്തിക ചക്രത്തിലേക്ക് കൊണ്ടുവരാനും കഴിയും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അപ്പോൾ തുടക്കത്തിൽ നമ്മൾ ചോദിച്ച ചോദ്യത്തിലേക്ക് തിരിച്ചു വരാം. പഴയ ഫോൺ ശരിക്കും സ്വർണ്ണക്കനിയാണോ? ഒരൊറ്റ ഫോൺ നോക്കിയാൽ അത് വലിയ സ്വർണ്ണക്കനിയല്ല. പക്ഷേ ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ഉപേക്ഷിക്കപ്പെട്ട ഇലക്ട്രോണിക് ഉപകരണങ്ങളെ ഒരുമിച്ച് നോക്കുമ്പോൾ അവയിൽ അടങ്ങിയിരിക്കുന്ന വിഭവങ്ങളുടെ മൂല്യം വളരെ വലുതാകും. അതുകൊണ്ട് ഇ വേസ്റ്റ് ഇന്ന് വെറും മാലിന്യ പ്രശ്നമല്ലാതെ ഒരു വിഭവ വീണ്ടെടുക്കൽ പ്രശ്നമായും കാണപ്പെടുന്നുണ്ട്. നമ്മുടെ കയ്യിലുള്ള പഴയ ഫോൺ നമ്മുടെ പക്കൽ പണമുണ്ടാക്കുന്ന ഒരു സ്വർണ്ണക്കട്ടിയല്ല. പക്ഷേ അത് ശരിയായ രീതിയിൽ റീസൈക്കിൾ ചെയ്താൽ അതിലെ വിലയേറിയ വസ്തുക്കൾ വീണ്ടും ഉപയോഗിക്കപ്പെടാൻ കഴിയും. അതാണ് യഥാർത്ഥ അർബൻ മൈനിങ്. ഇത് നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കാതെ കിടക്കുന്ന ഒരു പഴയ ഫോൺ ഉണ്ടെങ്കിൽ അത് എവിടെയാണ് കിടക്കുന്നതെന്ന് നോക്കൂ. പക്ഷേ അതിനെ വെറുതെ ചവറ്റുകുട്ടയിൽ ഇടുന്നതിന് മുമ്പ് റിപ്പയർ ചെയ്യാമോ, വീണ്ടും ഉപയോഗിക്കാമോ, വിൽക്കാമോ, അല്ലെങ്കിൽ അംഗീകൃത ഇ വേസ്റ്റ് റീസൈക്ലിംഗ് നൽകാമോ എന്ന് പരിശോധിക്കുക. ഇത്തരം ജോലി, ടെക്നോളജി, കേരളവുമായി ബന്ധപ്പെട്ട പ്രധാന വാർത്തകൾ, ഉപകാരപ്രദമായ വിവരങ്ങൾ എന്നിവ അറിയുവാൻ വോയിസ് ഓഫ് RBR ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വീട്ടിലെ പഴയ മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് കമൻറ്റ് ചെയ്യൂ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഞാൻ RB റെജി. വോയിസ് ഓഫ് RBR കണ്ടതിന് നന്ദി. സബ്സ്ക്രൈബ് ചെയ്യൂ. വീണ്ടും കാണാം.